നിങ്ങളുടെ സ്പോട്ടിഫൈ മ്യൂസിക് ഏജ് അത് നിങ്ങളെല്ലാവരും ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരിക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ലിങ്ക്ഡിൻ്റെ റിവൈൻഡ്, യൂട്യൂബ് മ്യൂസിക്കിൻ്റെ റിവൈൻഡ്, യൂബറിൻ്റെ റിവൈൻഡ്, ഇങ്ങനെ എല്ലാ ആപ്പുകളുടെയും ഇയർലി റിവൈൻഡുകൾ വൈറലാകുന്നുണ്ട്. അപ്പം ആസ് എ ഡിജിറ്റൽ മാർക്കറ്റർ നമ്മൾ ഇത് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതൊരു പെർഫോമൻസ് മാർക്കറ്റിങ്ങിന് വേണ്ടിയുള്ളൊരു സാധനമല്ല, ഇതൊരു സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് അല്ല, ഇതൊരു SEOയുടെ അടിയിൽ വരുന്ന കാര്യമല്ല. പക്ഷേ ഇത് ഏതിൻ്റെ അടിയിലാണ് വരുന്നത്? അപ്പം അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഇതൊരു ഡാറ്റ ഡ്രിവൺ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ലെഡ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ വരുന്ന ഒരു സാധനമാണ്. ഇതിൻ്റെ സൈക്കോളജി ഭയങ്കര സിമ്പിളാണ്. ഹ്യൂമൻസിൻ്റെ ഈഗോയെയാണ് ഈ മാർക്കറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. അതായത് ഒരു ആപ്പ് നിങ്ങളോട് പറയുക ഇതാണ് നിങ്ങൾ ഈ ഒരു വർഷം ചെയ്തതിൻ്റെ റിവൈൻഡ് എന്ന് കാണിക്കുമ്പം അത് ക്ലിക്ക് ചെയ്തിരിക്കാൻ പറ്റത്തില്ല. ക്ലിക്ക് മാത്രമല്ല ചെയ്യുന്നത്, ചിലപ്പോൾ അത് ഫണ്ണി ആയിരിക്കും, ചിലപ്പോൾ ബ്രാഗ് വർത്തി ആയിരിക്കും. ഇപ്പം നമ്മുടെ പ്രായത്തിനേക്കാളും കൂടുതലായിട്ടുള്ളൊരു വയസ്സുള്ള ആൾക്കാർ കേൾക്കുന്ന പാട്ടാണ് ഞാൻ കേൾക്കുന്നതെന്നൊരു ബ്രാഗ് ചെയ്യാമല്ലോ. അപ്പം അങ്ങനെ എല്ലാവരും ബ്രാഗ് ചെയ്ത് റീഷെയർ ചെയ്യും. അപ്പം ഇതിനെയാണ് പ്രൊഡക്റ്റ് ലെഡ് മാർക്കറ്റിംഗ്. ഓട്ടോമാറ്റിക്കലി നമുക്ക് കാശ് തരാതെ നമ്മളൊരു ഇൻഫ്ലുവൻസറായി മാറുവാണ് ആ ആപ്പിൻ്റെ. നമുക്ക് ഒരു രീതിയിലൊരു ഇൻസെൻറ്റീവ് ഇല്ല, എന്നാലും നമ്മൾ ഷെയർ ചെയ്യുന്നു. ഈ ലെവൽ ഓഫ് മാർക്കറ്റിങ്ങിനെയാണ് ഡാറ്റ ഡ്രിവൺ പ്ലസ് ഹ്യൂമൻ സൈക്കോളജി, അതായത് ഈഗോൻ്റെ രണ്ടിൻ്റെ കോമ്പിനേഷനിൽ വർക്കൗട്ട് ചെയ്യുന്ന സ്ട്രാറ്റജിയാണ് ഇത്. വളരെ ചുരുക്കം ടോപ്പ് ലെവൽ മാർക്കറ്റേഴ്സ് മാത്രമേ ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ.